ഹലോ ഡിയേഴ്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മറ്റൊരു നല്ല കിടിലൻ ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്യാരറ്റ് പോളയുടെ റെസിപ്പി ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഗ്രേറ്റ് ചെയ്ത് തന്നെ ചേർക്കണം, കട്ട് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഗ്രേറ്റർ കൊണ്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ ഒരു ക്യാരറ്റിലുള്ള ആ ഒരു വെള്ളമൊക്കെ വറ്റി അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. നമ്മൾ ക്യാരറ്റ് ഹൽവ ചെയ്യുന്നില്ലേ, ആ ഒരു മെത്തേഡിലാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മൾ അരച്ചുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വരട്ടിയെടുത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ക്യാരറ്റിലെ വെള്ളമൊക്കെ വറ്റി നമ്മൾ ആ ഒരു പച്ച ചൊവയൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് 5 മുട്ട, 5 മുതൽ 6 വരെ ചേർക്കാം മുട്ട. അതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര. ടോട്ടൽ നമ്മൾ 6 ടീസ്പൂണാണ് ചേർത്ത പഞ്ചസാര. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര മധുരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതിലേക്ക് നമുക്ക് 2-3 ഏലക്കായുടെ കുരു ചേർത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരറ്റ് ഏകദേശം ഒന്ന് കൂളായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി, വളരെ ഈസിയാണ്. എനിക്കൊന്നൊരു 10-20 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ ക്യാരറ്റ് വഴറ്റിയെടുക്കുന്നതിന് മുന്നേ ഒന്ന് വറുത്ത് മാറ്റി വെക്കുക, ഗാർണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഞാൻ പക്ഷേ ക്യാരറ്റ് കൊണ്ട് തന്നെയാണ് ഗാർണിഷ് ചെയ്യുന്നത്, അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെക്കുക. അതിൻ്റെ അടിയിൽ ഒരു പഴയ പാൻ വെച്ച് കൊടുക്കണം. എപ്പോഴും പറയുന്നതാണ്, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവിന് ശേഷം ചൂടായ ഈ ഒരു പാനിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വഴറ്റി വെച്ച, അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ 20 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. 20 മിനിറ്റ് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം റെഡി ആയിരുന്നോ എന്ന്. അപ്പോൾ സൈഡൊക്കെ റെഡി ആയിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ സെൻറ്റർ ഭാഗം കുറച്ചുകൂടെ ഒന്ന് ആവാനുണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. കറക്റ്റ് ടൈം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം നമ്മളെ ക്യാരറ്റ് പോള ഇവിടെ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേൽഭാഗം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ പാനിലേക്ക് അതിൻ്റെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ നേരെ ഒന്ന് കമിഴ്ത്തി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മളെ ക്യാരറ്റ് പോള റെഡിയാവും. അതിനുശേഷം ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ചെറിയൊരു ഗോൾഡൻ കളർ മേലെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്, ആ ഓറഞ്ച് കളറിൽ. നല്ല അടിപൊളിയാണ്. തണുത്തതിന് ശേഷം കട്ട് ചെയ്യാം. നമ്മൾ അരച്ചുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ നോമ്പുതുറക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിമ്പിൾ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വെറൈറ്റി റെസിപ്പി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്